ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 നടന്ന ബാങ്കിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഇതിനു മുൻപ് കോപ്പറേറ്റീവ് ലോ വിശദമായി നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. (1049/2024) ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ്. എ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് വായിക്കാം: കൈറ്റ് ബിൽ, ടൈം ബിൽ, എസ്ക്രോ ബിൽ, ട്രേഡ് ബിൽ. അപ്പോൾ ഒരു ബില്ല് പേയബിൾ എന്നാണ് പേ ചെയ്യുന്നത്? ഫ്യൂച്ചർ ഡേറ്റിലാണ് കേട്ടോ, വരുന്ന ദിവസത്തിൽ, ഭാവിയിലൊരു ദിവസത്തിൽ പേ ചെയ്യുന്ന ബില്ല്. അതിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ടൈം ബില്ലാണത്, ടൈം ബില്ലാണ്. അപ്പോൾ എന്താണ് ടൈം ബില്ലെന്ന് നമുക്ക് നോക്കാം. A bill which is payable on a future date is called sans bill, time bill എന്നൊക്കെ ഇതിനെ പറയും. അതുപോലെ ആഫ്റ്റർ സൈറ്റ് ബിൽ എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. A bill which is payable on a future date is called sans bill, time bill, after sight bill, because it is payable after a specified period of time. അതുകൊണ്ടാണ് അതിനെ ആഫ്റ്റർ സൈറ്റ് ബിൽ എന്ന് പറയുന്നത്. This bill is payable after a specified period of time. A bill which is payable on a future date is called sans bill, time bill, after sight bill. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദ ഡേറ്റ് ഈസ് ഫിക്സഡ് ഫോർ ഇറ്റ്സ് പേയ്മെൻറ്റ്. ആ പേയ്മെൻറ്റ് നടത്താൻ തീരുമാനിക്കപ്പെട്ട തീയതി, അതിനെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുക കേട്ടോ. ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മച്യൂരിറ്റി, കാലാവധി പൂർത്തിയാകുന്ന സമയം, അതാണ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഡിമാൻഡ് ബിൽ എന്ന് നോക്കാം. ഡിമാൻഡ് ബിൽ എന്നാൽ ദ ബിൽ വിച്ച് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. വിച്ച് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡിന് പറയുന്ന പേരാണ് ഡിമാൻഡ് ബിൽ. മറ്റൊരു പേര് പറയുകയാണെങ്കിൽ സൈറ്റ് ബിൽ എന്നും അറിയപ്പെടും കേട്ടോ. പിന്നെ എന്താണ് ഡോക്യുമെൻ്ററി ബിൽ? ഡോക്യുമെൻ്ററി ബിൽ എന്ന് വെച്ചാൽ ബിൽസ് അക്കമ്പനീഡ് ബൈ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, ഡോക്യുമെൻറ്റ്സ് കൂടെ വരുന്ന, അതായത് കൂടെ വെച്ചിട്ടുള്ള ഡോക്യുമെൻ്റോട് കൂടിയ ബില്ലുകളാണ് ഡോക്യുമെൻ്ററി ബിൽ. ടൈറ്റിൽ ഓഫ് ഗുഡ്സിൻ്റെ ഡോക്യുമെൻ്റോട് കൂടി ഉള്ള ബില്ലുകളാണ് ഡോക്യുമെൻ്ററി ബില്ല്. എന്നാൽ ക്ലീൻ ബില്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് വന്നാൽ അത് ക്ലീൻ ബില്ലാണ് കേട്ടോ. ഡോക്യുമെൻ്ററി ബിൽ അക്കമ്പനീഡ് ബൈ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് വരുന്നു. പക്ഷേ ക്ലീൻ ബില്ലാവുമ്പോഴോ നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് വരുന്നു. ഇനി അത് കഴിഞ്ഞാൽ ട്രേഡ് ബില്ലിലേക്ക് പോകാം. ട്രേഡ് ബിൽ വിച്ച് ഈസ് ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് ഫോർ ജെനുവിൻ ട്രാൻസാക്ഷൻ. ഒരു ജെനുവിനായ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ പേരിലുള്ള ബില്ലാണെങ്കിൽ അതിനെ എന്തു പറയുന്നു? ട്രേഡ് ബിൽ. ബിൽസ് ഡ്രോൺ ഫ്രം എ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പോസിബിൾ ഇൻ എ ജെനുവിൻ ട്രേഡ് ബിൽ. ഡിസ്കൗണ്ടിങ് നടത്തുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടിങ് നടക്കുന്നത് ഈ ജെനുവിൻ ട്രേഡ് ബില്ലിൻ്റെ കാര്യത്തിലാണ് എന്ത് ചെയ്യുക? ഡിസ്കൗണ്ടിങ് ഒക്കെ നടത്താറുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ട്രേഡ് ബില്ലുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എ ബിൽ വിച്ച് ഈസ് ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് ഫോർ ജെനുവിൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് ബില്ലാണ്. നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് വന്ന ക്ലീൻ ബില്ലാണ്. അക്കമ്പനീഡ് ബൈ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് വന്ന ഡോക്യുമെൻ്ററി ബില്ലാണ്. പിന്നെ അക്കോമഡേഷൻ ബിൽ എന്താണെന്ന് നോക്കാം. അക്കോമഡേഷൻ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിൽ ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ട്രേഡ് ബില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ, പക്ഷേ അക്കോമഡേഷൻ ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഒരു ട്രേഡ് വ്യാപാരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ
ട്രേഡും ഒന്നും അവിടെ നടക്കുന്നില്ല. പക്ഷേ ഇത് എന്തിനു വേണ്ടിയാണ് ഡ്രോൺ ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ്, ഒരു നമുക്കറിയാവുന്ന ഒരു തേർഡ് പാർട്ടിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വാക്കാൽ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ വാക്കാൽ ഇപ്പം നമ്മൾ ഷുവർട്ടി പോലെ നിന്ന് കൊടുക്കില്ലേ, അപ്പം അതേപോലെ കൊടുക്കുന്നതാണെന്ത്, വിത്തൗട്ട് എനി ജെന്യുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നോൺ പാർട്ടിക്ക് കൊടുക്കുക. എന്തിനു വേണ്ടി? ഫോർ ദ പർപ്പസ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ബൈ ഡിസ്കൗണ്ടിങ് ദ ബിൽ വിത്ത് ദ ബാങ്ക്. അപ്പോൾ അതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഫിക്റ്റീഷ്യസ് ബിൽ എന്നറിയപ്പെടുന്നുണ്ട്, ക്രോസ് ഫയർ എന്നറിയപ്പെടുന്നുണ്ട്, വിൻഡ് ബിൽ എന്നറിയപ്പെടുന്നുണ്ട്, കൈറ്റ് ബിൽ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അക്കോമഡേഷൻ ബില്ലാണ് സാധാരണ കൂടുതലായി ചോദിച്ചു കാണാറുള്ളത്. പല പേരുകളുണ്ടല്ലോ, അപ്പോൾ പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അക്കോമഡേഷൻ ബില്ല് എന്താണ്? ബിൽ ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ജെന്യുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് ജനറലി ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു നോൺ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ ഡ്രോൺ ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഫിക്റ്റീഷ്യസ് ബിൽ, ക്രോസ് ഫയർ, വിൻഡ് ബിൽ, കൈറ്റ് ബിൽ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. അതൊക്കെ അക്കോമഡേഷൻ ബിൽ തന്നെയാണ്. പിന്നെ എസ്ക്രോ ബിൽ. എസ്ക്രോ ബിൽ എന്ന് വെച്ചാൽ ബിൽ ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു നിശ്ചിത ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് ബില്ല് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ അതിന് എസ്ക്രോ ബിൽ എന്ന് പറയും. എസ്ക്രോ ബിൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഫിക്റ്റീഷ്യസ് ബില്ല് ഫിക്റ്റീഷ്യസ് പേഴ്സൺസിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോഴും ഫിക്റ്റീഷ്യസ് ബില്ല് എന്നറിയപ്പെടും കേട്ടോ. ഫിക്റ്റീഷ്യസ് പേഴ്സൺ, ബിൽ ഡെലിവേർഡ് ഫോർ ഫിക്റ്റീഷ്യസ് പേഴ്സൺസ് എന്നാണെങ്കിൽ ഫിക്റ്റീഷ്യസ് ബില്ല് എന്ന് വരാറുണ്ട്. പിന്നെ ഇൻലാൻഡ് ബില്ലും ഫോറിൻ ബില്ലും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇൻലാൻഡ് ബിൽ എന്ന് വെച്ചാൽ അതും ചോദിച്ചു കാണാറുള്ളതാണ്. ഇൻലാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ വിച്ച് ഷുഡ് ബി ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പേയബിൾ ഇൻ ഇന്ത്യ ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ബൈ എ റെസിഡൻറ്റ് ഓർ എ ഫോറിനർ. അതായത് ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് പേയബിൾ ഇൻ ഇന്ത്യ, അതാണ് ഇൻലാൻഡ് ബിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇൻലാൻഡ് ബിൽ എന്താണ്? വിച്ച് ഷുഡ് ബി ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ. ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ബൈ എ റെസിഡൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഫോറിനറും ആവാം. ആരാണത് ഡ്രോ ചെയ്യുന്നതെന്നല്ല, ഡ്രോൺ ഇൻ ഇന്ത്യ ആയിരിക്കണം, പേയബിൾ ഇൻ ഇന്ത്യ ആയിരിക്കണം. അത് രണ്ടും മസ്റ്റാണ്. പിന്നെ ഫോറിൻ ബില്ല്. ഫോറിൻ ബില്ലിൻ്റെ കാര്യമാണെങ്കിൽ വിച്ച് ഈസ് നോട്ട് ആൻ ഇൻലാൻഡ് ബിൽ ഈസ് ഫോറിൻ. ഇൻലാൻഡ് ബിൽ അല്ലാത്തവ എന്താണ്? ഫോറിൻ ബില്ലാണ് കേട്ടോ. ഡ്രോയർ ആൻഡ് ദ ആക്സെപ്റ്റർ ലൈവ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ദെൻ സച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡ്രോയറും ആക്സെപ്റ്ററും ജീവിക്കുന്നത് വ്യത്യസ്ത നമ്മുടെ രാജ്യത്തല്ലെങ്കിൽ അതിനെ എന്തു പറയാം? ഫോറിൻ ബില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതും ഓർത്തിരിക്കുക. അപ്പോൾ ബില്ലുകളെക്കുറിച്ച്, ടൈപ്സ് ഓഫ് ബില്ലുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത്. ടൈപ്സ് ഓഫ് ബില്ലുകളെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടൈം ബില്ല്, ഉസാൻസ് ബില്ല്, പിന്നെ എസ്ക്രോ ബില്ല് ഒക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഫോറിൻ ബില്ലിൻ്റെ കാര്യം പറഞ്ഞു, ഡ്രോൺ ഇൻ ഇന്ത്യ ഒക്കെ ഫോറിൻ ബില്ലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് 3 കോപ്പീസ് അല്ലെങ്കിൽ 3 സെറ്റാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഫോറിൻ ബിൽസ് പ്രിപ്പയർഡ് ഇൻ 3 കോപ്പീസ് ഓർ 3 സെറ്റ്സ് ആണ് കേട്ടോ. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. 3 കോപ്പി അല്ലെങ്കിൽ 3 സെറ്റായിട്ടാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫോറിൻ ബില്ലിൻ്റെ കേസിലാണ് അങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഫോറിൻ ബില്ല് വിച്ച് ഈസ് ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലെങ്കിൽ അങ്ങനെയും ആവാം. ഫോറിൻ ബില്ല് എങ്ങനെയാവാം? മറ്റത് ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ, ഇൻലാൻഡ് ബില്ല് കേട്ടോ. ഫോറിൻ ബില്ലാണെങ്കിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഡ്രോൺ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഫോറിൻ ബിൽ. അല്ലെങ്കിൽ പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ഡ്രോൺ ചെയ്യണം, അപ്പോഴും അത് ഫോറിൻ ബില്ലാവും കേട്ടോ. എ ബിൽ വിച്ച് ഈസ് ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഇൻ ഇന്ത്യ ഈസ് ഫോറിൻ ബിൽ. അല്ലെങ്കിൽ പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ഡ്രോൺ ചെയ്ത ബില്ല് പെയ്ഡ് ചെയ്യുന്നത്
പേയബിൾ ഇൻ ഇന്ത്യ ആയിരിക്കണം. അതായത് ഡ്രോൺ ചെയ്യുന്നത് ഒരു സ്ഥലത്തും പേയബിൾ ചെയ്യുന്നത് ഒരു സ്ഥലത്തും. ഒന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഡ്രോൺ ചെയ്യുന്നു, അപ്പോൾ പേയബിൾ എവിടെയാണ്? ഫോറിനിലാണ് അല്ലേ. അല്ലെങ്കിൽ ഫോറിനിൽ നിന്ന് ഡ്രോ ചെയ്യുന്നു, പേയബിൾ എവിടെയാണ്? ഇന്ത്യയിലാണ്. അങ്ങനെയാകുമ്പോഴാണ് ഫോറിൻ ബില്ലിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ അതാണ് 3 കോപ്പി വേണം, 3 സെറ്റ് വേണം എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അങ്ങനെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായി ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിരിക്കുക. അപ്പോൾ അതുവരെയാണ് ഈ ബില്ല്. ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എത്രയാണ്? എ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ടൈം ബില്ലിൻ്റെ കാര്യം പറഞ്ഞു. വിച്ച് ഈസ് പേയബിൾ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കാൾഡ് ഡിമാൻഡ് ബിൽ അല്ലെങ്കിൽ ഉസാൻസ് ബിൽ ആഫ്റ്റർ സൈറ്റ് ബിൽ. അതിൽ ഡ്യൂ ഡേറ്റ് മച്യൂരിറ്റി ഡേറ്റ് എന്താണ്? പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഫിക്സഡ് ഡേറ്റ്. അതിനെയാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയണത്. ഡിമാൻഡ് ബിൽ എന്താണ്? ഡിമാൻഡ് ബില്ല് വിച്ച് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്, സൈറ്റ് ബില്ലെന്ന് അറിയപ്പെടുന്നു. ഡോക്യുമെൻ്ററി ബിൽ എന്താണ്? അക്കമ്പനീഡ് ബൈ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. ക്ലീൻ ബിൽ എന്താണ്? നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. ട്രേഡ് ബിൽ എന്താണ്? ബിൽ വിച്ച് ഈസ് ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് ഫോർ ജെന്യുവിൻ ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രേഡ് ബില്ലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അക്കോമഡേഷൻ ബില്ല് വരിക. കാരണം വിത്തൗട്ട് എനി ജെന്യുവിൻ ട്രാൻസാക്ഷനാണ്, ട്രേഡ് ട്രാൻസാക്ഷനാണ്. അക്കോമഡേഷൻ ബില്ലിൻ്റെ പല പേരുകൾ ഓർത്തിരിക്കണം. ഫിക്റ്റീഷ്യസ് ബില്ല്, ക്രോസ് ഫയർ, വിൻഡ് ബില്ല്, കൈറ്റ് ബില്ല്. അത് കഴിഞ്ഞ് എസ്ക്രോയിലേക്ക് വരുമ്പോൾ ബിൽ ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ എസ്ക്രോ കേട്ടോ. ഫിക്റ്റീഷ്യസ് പേഴ്സണിൻ്റെ പേരിലും ബില്ല് ഡെലിവർ ചെയ്താൽ അതിനെ ഫിക്റ്റീഷ്യസ് ബിൽ എന്ന് അറിയപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ എക്സ്ട്രാ നമ്മൾ പറഞ്ഞത് ഇൻലാൻഡ് ബില്ലാണ്. ഇൻലാൻഡ് ബില്ല് ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ കേട്ടോ, ഇൻലാൻഡ് ബില്ല്. ഫോറിൻ ബില്ലാണെങ്കിലോ ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. അതൊരു കേസ്. ഇനി അടുത്ത കേസ് ഡ്രോൺ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. അതും ഫോറിൻ ബില്ലാണ്. ഡ്രോൺ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഓൾസോ എ ഫോറിൻ ബില്ല്. പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ഡ്രോൺ ചെയ്യുന്ന ബില്ല്, അതും എന്താണ്? ഫോറിൻ ബില്ലാണ് കേട്ടോ. എ ബിൽ വിച്ച് ഈസ് ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഇൻ ഇന്ത്യ, അതും ഒരു ഫോറിൻ ബില്ലാണ്. ബിൽ വിച്ച് ഈസ് ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഡ്രോൺ ചെയ്യുന്നു ആൻഡ് മെയ്ഡ് പേയബിൾ ഇൻ ഇന്ത്യ, അത് ഫോറിൻ ബില്ലാണ് കേട്ടോ. അപ്പോൾ ഫോറിൻ ബില്ലിൻ്റെ എത്ര സെറ്റ് പ്രിപ്പയർ ചെയ്യണം? 3 കോപ്പീസ് അല്ലെങ്കിൽ 3 സെറ്റ്സ് കേട്ടോ. ഈച്ച് സെറ്റ്സിനെ VIA എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ എസ്ക്രോയുടെ കാര്യം ഓർത്തിരിക്കണം, ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വാക്കുകളുണ്ട്, അതായത് ആംബിക്വസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ആംബിക്വസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെൻറ്റ് സാധാരണ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ഐഡൻറ്റിഫൈഡ് ആസ് എ ബിൽ ഓർ എ പ്രോമിസറി നോട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബില്ലാണോ, പ്രോമിസറി നോട്ടാണോ, ചെക്കാണോ എന്നൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ ക്ലിയർ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് പറയുക. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്ത്? ക്ലിയർ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്നാൽ നമുക്ക് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല ഐദർ ആസ് എ ബിൽ ഓർ എ പ്രോമിസറി നോട്ട്. അങ്ങനെ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് ആംബിക്വസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുക കേട്ടോ. എന്താണ് ആംബിക്വസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ബില്ലാണോ അല്ല പ്രോമിസറി നോട്ടാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തവ, അതാണ് ആംബിക്വസ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ലിയർ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് മനസ്സിലായി, ആംബിക്വസ് ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റ്. കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റും ഉണ്ട്, ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻറ്റും ഉണ്ട്. കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്? വെൻ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഒരു കംപ്ലീറ്റ്, അതിൻ്റെ പർട്ടിക്കുലേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയും. പക്ഷെ അത് കംപ്ലീറ്റ് അല്ലെങ്കിലോ അപൂർണമായവ, അതാണ് ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപൂർണമായ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതുമായി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജസ്റ്റ് നമുക്ക് ക്ലിയർ ഇൻസ്ട്രുമെൻ്റ് എന്താണ്, ആംബിക്വസ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്, കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്, ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. മലയാളത്തിൽ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ബില്ല്, ടൈപ്പ് ഓഫ് ബില്ലിൻ്റെ ഹെഡിങ് മാത്രം നമ്മൾ എഴുതി വെച്ചാലും നമുക്ക് അതിലത്തെ കണ്ടൻറ്റ് നമുക്ക് കിട്ടണം. അങ്ങനെ മതി. ഹെഡിങ് മാത്രം നമ്മൾ
നോട്ട് ചെയ്താലും നമുക്ക് അതിലത്തെ കണ്ടൻറ്റ് മലയാളത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ബാങ്കിങ് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് സീൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക്. അതായത് ചെക്കിൻ്റെ ബാക്കിൽ യൂഷ്വലായിട്ട് ആരുടെ സിഗ്നേച്ചറാണ് കാണുക എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ചെക്കിൻ്റെ ബാക്കിൽ യൂഷ്വലായിട്ട് കാണുന്നത് ആരുടെ സിഗ്നേച്ചറാണ് എന്നതാണ്. ഇപ്പോൾ ചെക്ക് വളരെ വിശാലമായ ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ കുറച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചെക്ക് നമുക്ക് വിശാലമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരുപാട് പോയിൻ്റ്, ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ സീരീസിൽ നമുക്ക് പറയാൻ തന്ന ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് പറയാം കേട്ടോ. നമുക്കൊരു വലിയ വീഡിയോ ചെയ്യാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് പറയുന്നത് പേയി, ഡ്രോയർ, ഡ്രോയി, ബാങ്കർ, ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ പേയി ആണ് കേട്ടോ. പേയി ആണ് ബാക്കിൽ സൈൻ ചെയ്യുക. അതായത് ഒരു ചെക്ക് ഡ്രോ ചെയ്യുന്നു, അത് എഴുതി കൊടുക്കുന്നു അല്ലേ, നമ്മൾ ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ വ്യക്തി, അതായത് കാശ് വാങ്ങുന്ന ആൾ ആണല്ലോ, കാശ് വാങ്ങാൻ പോകുന്ന ആൾ. ഇപ്പോൾ ഞാൻ ബാങ്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബാങ്കിലെ ആൾ എന്ത് പറയും, ബാക്കിൽ സൈൻ ചെയ്തിട്ട് തരുമെന്ന് പറയും അല്ലേ. അപ്പോൾ ഞാനാണ് ബാക്കിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനാണ് പേയി. അപ്പോൾ സെക്ഷൻ 6 ആണ് ചെക്കുമായി ബന്ധപ്പെട്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിലെ സെക്ഷൻ 6 ആണ് എന്ത്, ചെക്ക് എന്ന് പറയുന്നത് കേട്ടോ. 3 പാർട്ടീസാണ് ചെക്കിലുള്ളത്, ഡ്രോയർ, ഡ്രോയി, പേയി. അപ്പോൾ ആരാണ് ഡ്രോയർ? ഈസ് ദ പേഴ്സൺ ഹൂ സൈനിങ് ദ ചെക്ക്. ചെക്ക് സൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ആൾ ഡ്രോയറാണ് അല്ലേ. ഡ്രോയി എപ്പോഴും ബാങ്ക് ആയിരിക്കും. ഡ്രോയി വിൽ ഓൾവേസ് ബി ദ ബാങ്ക് കേട്ടോ. ബാങ്കാണ് ഇവിടെ ഡ്രോയി ആയിരിക്കുക. പേയി ആരാണ്? ഈ എമൗണ്ട് കിട്ടാനുള്ള ആളല്ലേ, ഈ എമൗണ്ട് മേടിക്കാൻ ബാങ്കിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ് എന്ത്, പേയി എന്ന് പറഞ്ഞാൽ. അയാൾക്കാണ് ബാങ്ക് കാശ് കൊടുക്കുന്നത്. ബാങ്ക് കാശ് കൊടുക്കുന്നത് ആർക്കാണ്? പേയിക്കാണ് അല്ലേ. അതാണ് പേയി എന്ന് പറഞ്ഞത്. അപ്പോൾ പേയി ആണ് ബാക്കിൽ, ചെക്കിൻ്റെ ബാക്കിൽ ഒപ്പിടുന്നത് ആരാണ്? പേയി ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ചെക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആൻ ഏജൻറ്റ് ഈസ് സൈനിങ് ആസ് ആൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂഡ്സ് ഹിംസെൽഫ് ഫ്രം പേഴ്സണൽ ലയബിലിറ്റി. അത് ഏത് തരത്തിലുള്ള എൻഡോഴ്സ്മെൻറ്റിലാണ് പറയുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് വിശാലമായൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് സാൻസ് ഫ്രൈസ്, സാൻസ് റീകോസ്, ഫാക്കൽറ്റേറ്റീവ്, പെർപ്രോ. അപ്പോൾ പെർപ്രോ ആണ് ആൻസർ ആയിട്ട് വരിക. ഇൻ പെർപ്രോ ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആൻ ഏജൻറ്റ് ഈസ് സൈനിങ് ആസ് ആൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂഡ്സ്, ഒഴിവാക്കുകയാണ്, ഹിംസെൽഫ് ഫ്രം പേഴ്സണൽ ലയബിലിറ്റി. ഒരു ഏജൻറ്റ് നടത്തുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് പെർപ്രോ എൻഡോഴ്സ്മെൻറ്റ് കേട്ടോ. ഒരു ഏജൻറ്റ് നടത്തുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ത്, പെർപ്രോ എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട NI ആക്ടിലെ സെക്ഷൻ ഏതാണ്? 15 ആണ് കേട്ടോ. സെക്ഷൻ 15. NI ആക്ടിലെ സെക്ഷൻ 15 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാറ്റിൻ വേർഡ് ഇൻഡോഴ്സം വിച്ച് മീൻസ് ഓൺ ദ ബാക്ക് എന്നാണ് ഒറിജിൻ. ഇൻഡോഴ്സം മീൻസ് ഓൺ ദ ബാക്ക്. അതിനെയാണ്, ആ വാക്കിൽ നിന്നാണ് ഉത്ഭവം എന്ന് പറയുന്നത്. സെക്ഷൻ 15 ആണ് എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബാക്കിൽ, അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ റൈറ്റിംഗ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, അതിനെ പറയുന്നത് സൈൻ ചെയ്ത് കൊടുക്കുക ഒരു ഹോൾഡർ അല്ലെങ്കിൽ മേക്കർ. ഒരു മേക്കറോ ഹോൾഡറോ സൈൻ ചെയ്ത് വിത്ത് സംതിങ് റൈറ്റിംഗ്, എന്തെങ്കിലും എഴുതി ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് സംഭവം. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിങ് signature by the holder either on the back side of the instrument, back sideൽ മാത്രമേ പാടുന്നില്ല, or on the face, on the back, or on a slip. അല്ല സ്ഥലമില്ല വെച്ചാൽ ഒരു സ്ലിപ്പ് ഓഫ് പേപ്പർ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെയും വയ്ക്കാം. അതിനെ പറയുന്ന, എന്നിട്ട് കൈമാറ്റം ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ്, ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ, endorsement means the process of putting signature by the holder either on the back side മാത്രമേ പറ്റുന്നുണ്ടോ? അല്ല. or on the face or on the back
or on a slip of paper attached to the instrument for the purpose of negotiation. നെഗോഷിയേഷന് വേണ്ടി സൈൻ ഒക്കെ ചെയ്ത് ഹോൾഡർ ബാക്കിലാവാം, ഫേസിലാവാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ അറ്റാച്ച് ചെയ്തിട്ടാവാം, അങ്ങനെ കൊടുക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയണത്. അപ്പോൾ എന്താണ് നെഗോഷിയേഷൻ എന്നറിയണ്ടേ നമുക്ക്? അപ്പോൾ നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. നെഗോഷിയേഷൻ സെക്ഷൻ 14 പറഞ്ഞത് കേട്ടോ. എൻഡോഴ്സ്മെൻറ്റ് സെക്ഷൻ 15 നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ 14 കേട്ടോ. അപ്പോൾ നെഗോഷിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നെങ്കിൽ വെറും ഡെലിവറി, വെറുതെ കൊടുത്തുവിടുക, ഒരുമിച്ച് കൊടുത്തുവിടുക, അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി, ഒപ്പിട്ടിട്ട് കൊടുക്കുക. എൻഡോഴ്സ്മെൻറ്റ് മനസ്സിലായില്ലേ? എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒപ്പിടുന്നതിനെയാണ് പറയണത് അല്ലേ. ഒന്നെങ്കിൽ ബാക്കിൽ ഒപ്പിടും, അല്ലെങ്കിൽ ഫേസിൽ ഒപ്പിടും, അല്ലെങ്കിൽ പേപ്പറിൽ അറ്റാച്ച് ചെയ്ത് ഒപ്പിടും. അതിനെ പറയുന്നതാണ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ആ എൻഡോഴ്സ്മെൻറ്റ് ഡെലിവറി, എൻഡോഴ്സ്മെൻറ്റ് ചെയ്തിട്ട് കൊടുക്കുക, അതായത് ഒപ്പിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ കൊടുക്കുക, അതിനെ പറയുന്ന പേരാണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു അഡീഷണൽ പേപ്പർ അറ്റാച്ച് ചെയ്യുന്നു അല്ലേ, അതിനെ പറയുന്നത് അലോഞ്ച് എന്നാണ് കേട്ടോ. അലോഞ്ച്, അഡീഷണൽ പേപ്പർ അറ്റാച്ച്ഡ് ഇൻ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ എക്സ്ട്രാ അറ്റാച്ച് ചെയ്യുന്ന പേപ്പറിനെ പറയുന്നതാണ് അലോഞ്ച് എന്ന്. അലോഞ്ചിൻ്റെ മീനിങ് എന്താണ്? ലെങ്തൻഡ് എന്നാണ് കേട്ടോ. അലോഞ്ചിൻ്റെ മീനിങ് ലെങ്തൻഡ് എന്നാണ്. അപ്പോൾ കൺസെപ്റ്റ് കിട്ടി. എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്ക് വരുമ്പോൾ നമുക്ക് ആ പ്രക്രിയ ഓർമ്മ വരണം. എന്താണ് അവിടെ ചെയ്യുന്നത്? നെഗോഷിയേഷൻ എന്താണെന്ന് കിട്ടി, രണ്ടും മനസ്സിലായി, അലോഞ്ച് മനസ്സിലായി. ഇനി ആരൊക്കെയാണ് ഇതിലെ പാർട്ടീസ് അല്ലേ? എൻഡോഴ്സറുമുണ്ട്, എൻഡോഴ്സിയുമുണ്ട്. ദ പേഴ്സൺ ഹൂ എൻഡോഴ്സസ് ദ ഇൻസ്ട്രുമെൻറ്റ്, അയാളാണ് എൻഡോഴ്സർ. ദ പേഴ്സൺ ടു ഹൂം, ആർക്കാണോ ഇൻസ്ട്രുമെൻറ്റ് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹമാണ് എൻഡോഴ്സി എന്ന് പറയണത് കേട്ടോ. എൻഡോഴ്സർ സൈൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ. എൻഡോഴ്സറാണ് അതിൽ സൈൻ ചെയ്യുന്നത്. എൻഡോഴ്സി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ടു ഹൂം എൻഡോഴ്സ്മെൻറ്റ് ഈസ് മെയ്ഡ്. എൻഡോഴ്സ്മെൻറ്റ് നടത്തുന്ന ആർക്കാണോ കിട്ടുന്നത് അതാണ് എൻഡോഴ്സി എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ടൈപ്സ് നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എൻഡോഴ്സർ ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്താൽ, സൈനും നെയിമും ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. നെയിം ഉണ്ടെങ്കിൽ ഇഫ് ദ എൻഡോഴ്സർ സൈൻസ് ദ ഇൻസ്ട്രുമെൻറ്റ് മെൻഷനിങ് ദ നെയിം ഓഫ് ദ എൻഡോഴ്സി, ഈ എൻഡോഴ്സിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ട് സൈൻ ചെയ്തിട്ടാണ് എൻഡോഴ്സർ കൊടുക്കുന്നതെങ്കിൽ അതിനെ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ എന്നാണ് പറയുക കേട്ടോ. എൻഡോഴ്സ്മെൻറ്റ് ആരുടെ പേരെഴുതും? എൻഡോഴ്സിയുടെ പേരെഴുതും കേട്ടോ. എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് എന്ന് വയ്ക്കുമ്പോൾ എന്താവും? അത് ഇല്ലാത്തത് അല്ലേ, എഴുതാത്തത്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ടൈപ്പാണ്. ഹൂ ക്യാൻ എൻഡോഴ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ആർക്കാണ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എൻഡോഴ്സ് ചെയ്യാൻ അധികാരമുള്ളത്? എനി ഹോൾഡർ, ഏത് ഹോൾഡർക്ക് വേണമെങ്കിലും എൻഡോഴ്സ് ചെയ്യാം. പേയി ഓഫ് ദ ചെക്ക് ഓർ പ്രോമിസറി നോട്ട്, പേയി ഓഫ് ദ ചെക്ക് പ്രോമിസറി നോട്ട്, പേയ്ക്ക് എൻഡോഴ്സ് ചെയ്യാം. ഡ്രോയർ ഓഫ് ആൻ ആക്സെപ്റ്റഡ് ബിൽ, അവർക്കും എൻഡോഴ്സ് ചെയ്യാം. പിന്നെ ഒരു ബിയറർ ചെക്കാണെങ്കിൽ അതിന് എൻഡോഴ്സ്മെൻറ്റ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ബിയറർ ചെക്ക് ഫുള്ള്, ഓർഡർ ചെക്ക് മാത്രമല്ലേ ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ. ബിയറർ ചെക്ക് ഫ്രീ ആണ്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിൽ എൻഡോഴ്സ് ചെയ്യാം. അതിൽ ഒപ്പിടാൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് മാറാം. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ ഇനി ടൈപ്പ് നോക്കാം. ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ടൈപ്പാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എൻഡോഴ്സ്മെൻറ്റ്, ഏതൊക്കെ രീതിയിൽ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, കറക്റ്റ് മനസ്സിലാക്കാവുന്ന ജസ്റ്റ് മാത്രം. ജനറൽ അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ജനറൽ അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്? സൈൻസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ എൻഡോഴ്സി. അത് നമ്മൾ പറഞ്ഞു. അതായത് എൻഡോഴ്സിയുടെ പേരൊന്നും എഴുതാതെ ഒപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അതാണ് എന്ത്? ജനറൽ അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് കേട്ടോ. അതായത് മിയർലി സൈൻസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ എൻഡോഴ്സി. അപ്പോൾ അതാണ് പറയണത് കേട്ടോ. എൻഡോഴ്സിയുടെ പേരെഴുതാതെ കൊടുക്കുക.
പിന്നെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെൻറ്റ്, അത് മസ്റ്റ് സൈൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ബൈ റൈറ്റിംഗ് ദ നെയിം ഓഫ് ദ പേഴ്സൺസ് ടു ഹൂം ഇറ്റ് ഈസ് എൻഡോസ്ഡ്. ആർക്കാണോ എൻഡോസ് ചെയ്യുന്നതെന്നുള്ള വ്യക്തിയുടെ പേരടക്കം എഴുതി ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണെന്ത് ഫുൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോസ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ രണ്ടാളും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ബോത്ത് ദ നെയിം ഓഫ് ദ എൻഡോഴ്സർ ആൻഡ് ദ എൻഡോഴ്സി ഈ സ്പെസിഫൈഡ് ആയിരിക്കും കേട്ടോ. രണ്ടാളുടെയും കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തതാണ് ഫുൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ സെക്ഷൻ 50 എല്ലാറ്റിൻ്റെ സെക്ഷൻ മെൻഷൻ ചെയ്ത് കാണുന്നില്ല പുസ്തകങ്ങളിൽ. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് സെക്ഷൻ 50 കേട്ടോ, പ്രധാനപ്പെട്ടത് മാത്രം. സെക്ഷൻ 50 റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫർദർ നെഗോഷിയേഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫർദർ തുടർന്നുള്ള ഈ നെഗോഷിയേഷൻ ഉണ്ടല്ലോ, കൈമാറ്റം, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് റെസ്ട്രിക്റ്റ് ചെയ്യണം ഫർദർ നെഗോഷിയേഷൻ, ഒരു അങ്ങനെ കൈമാറുന്നതിന് കേട്ടോ. പിന്നെ പെർപ്രോ ആണ് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. ഏജൻറ്റ്, ഓതറൈസ്ഡ് ഏജൻറ്റ് എൻഡോഴ്സ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് ഏജൻറ്റ്, അതാണ് എന്ത് പെർപ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻഡോഴ്സ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് ഏജൻ്റ് ആണെന്ത് പെർപ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകം അദ്ദേഹം എക്സ്ക്ലൂഡ് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലയബിലിറ്റീസൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഹി വാണ്ട്സ് ദ എൻഡോസി ബൈ യൂസിങ് ദ വേർഡ് പെർപ്രോ. അപ്പോൾ അത് പ്രത്യേകം ആ കാണുമ്പോൾ തന്നെ അത് ഓതറൈസ്ഡ് ഏജൻറ്റിൻ്റെ ആണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ പെർപ്രോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പെർപ്രോ ആണ് ചോദിച്ചത്. എൻഡോഴ്സ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് ഏജൻറ്റ് എന്നുള്ളത് എന്താണ്, പെർപ്രോ എൻഡോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളാണല്ലോ. ഇറ്റ് ഈസ് എ വാർണിംഗ് ആണ് ടു ദ എൻഡോഴ്സി ദാറ്റ് ദ എൻഡോഴ്സർ ഈസ് ആൻ ഏജൻറ്റ് വിത്ത് ലിമിറ്റഡ് അതോറിറ്റി എന്ന്. കാരണം ലിമിറ്റഡ് അതോറിറ്റി ഉള്ള ഒരു ഏജൻ്റ് ആണ് എന്ന് എൻഡോഴ്സിനിക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണെന്ത് ഈ പെർപ്രോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് ഓർത്തിരിക്കണം. പിന്നെ അടുത്തത് പറയുന്നത് കണ്ടീഷണലാണ് കേട്ടോ. കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റിന് ക്വാളിഫൈഡ്, എസ്ക്രോ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ദ എൻഡോഴ്സർ ഇമ്പോസസ് എ കണ്ടീഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു റിസീവ് മണി ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്. കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വയ്ക്കുന്നുണ്ട് എൻഡോഴ്സ്മെൻറ്റിൽ, അതാണ് കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ്. പിന്നെ സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സാൻസ് വേവ്, അതായത് വിത്തൗട്ട് റീകോസ് ടു മീ എന്നാണ്. വിത്തൗട്ട് റീകോസ് ടു മീ എൻഡോഴ്സർ ലിമിറ്റ്സ് ഓർ ഫ്രീസ് ഹിസ് ലയബിലിറ്റി ഹിംസെൽഫ്. ഇൻകർ നോ എക്സ്പെൻസ് വിത്തൗട്ട്, അതായത് സാൻസ് റീകോസ് എന്ന് പറയുമ്പോൾ തന്നെ സാൻസ് റീകോസിൽ വിത്തൗട്ട് റീകോസ് ടു മീ എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്ഷൻ 52 സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻറ്റ് വരുന്നത് സെക്ഷൻ 52. ഈ എൻഡോഴ്സർ ഫ്രീ ഹിംസെൽഫ് ഫ്രം ഹിസ് ലയബിലിറ്റി ഓൺ ദ ഡിസോണർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഇൻസ്ട്രുമെൻ്റ് ഡിസോണർ ചെയ്താലുള്ള ലയബിലിറ്റിയിൽ നിന്നും അദ്ദേഹം സ്വയം മുക്തനാവുകയാണ്. സ്വയം മുക്തി പ്രഖ്യാപിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് തന്നെ. അതിനെയാണെന്ത് സാൻസ് റീകോസ് എന്ന് പറയുന്നത്. വിത്തൗട്ട് റീകോസ് ടു മീ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എക്സ്ക്ലൂഡിങ് ആണ്, ഹി എക്സ്ക്ലൂഡിങ്, അതായത് ഈ എൻഡോഴ്സർ ബൈ എക്സ്ക്ലൂഡിങ് ഹിസ് ലയബിലിറ്റി ഓൺ ഡിസോണർ സച്ച് എൻഡോഴ്സ്മെൻറ്റ് ഈസ് കാൾഡ് സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻറ്റ്. പ്രത്യേകം ഓർത്തിരിക്കണം, അദ്ദേഹം ലിമിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാണ് ഹിസ് ലയബിലിറ്റി. ആരാണ്? സ്വയം, ഹിംസെൽഫാണ്. ഫ്രം ദ ലയബിലിറ്റി എന്തെന്ന്? ഡിസോണർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻ്റ് എങ്ങാനും ഡിസോണർ ആയാൽ ഉണ്ടാകുന്ന ബാധ്യതയിൽ നിന്നും അദ്ദേഹം ലിമിറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് ഇല്ല, വിത്തൗട്ട് റീകോസ് ടു മീ, എന്നെ ഇതിലേക്കൊന്നും പിടിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ള മട്ടിലുള്ള പരിപാടിയാണ് സാൻസ് റീകോസ് കേട്ടോ. പിന്നെ അടുത്തത് സാൻസ് ഫ്രേസ് ആണ്. സാൻസ് ഫ്രേസ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എക്സ്പെൻസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. വെൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോസ്ഡ് വിത്ത് ദ വേർഡ്സ് ഇൻകർ നോ എക്സ്പെൻസ്, അതാണ് വിത്തൗട്ട് എക്സ്പെൻസ് ഈസ് കാൾഡ് സാൻസ് ഫ്രേസ് എൻഡോഴ്സ്മെൻറ്റ്. ഹി വാസ് ജസ്റ്റ് ഓൺലി, എന്തിനു മാത്രമാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്, ലൈബിൾ ആവുന്നത്? എമൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി, നോട്ട് ഫോർ ദ എക്സ്പെൻസസ്. ഹി വാസ് ജസ്റ്റ് ലയബിൾ ഫോർ ദ എമൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കേട്ടോ. അപ്പം എൻ്റെ പേരിൽ വെറുതെ ആരും കാശ് ചിലവാക്കിയിട്ട് കാര്യമില്ല, ചിലവുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് സാൻസ് ഫ്രേസിൽ പറയണത് കേട്ടോ.
in the endorsement makes it clear that no one should incur any expense on his account. അദ്ദേഹത്തിൻ്റെ പേരിൽ സാൻസ്പ്രൈസ് എൻഡോഴ്സ്മെൻറ്റ് പറയണത് വിത്തൗട്ട് എക്സ്പെൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വെറുതെ ചിലവുകളൊന്നും ഉണ്ടാക്കണ്ട, അദ്ദേഹം ചിലവുകളൊന്നും വഹിക്കില്ല. ദ എൻഡോസർ ഈസ് ലയബിൾ ഫോർ ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി. എമൗണ്ടിന് മാത്രമേ എന്തുള്ളൂ, നോട്ട് ഫോർ ദ എക്സ്പെൻസസ്. എമൗണ്ടിന് മാത്രമേ ഞാൻ ലയബിൾ ആവുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന എൻഡോഴ്സ്മെൻ്റ് ആണെന്ത്, സാൻസ്പ്രൈസ് കേട്ടോ. സാൻസ്പ്രൈസ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയണത്. പിന്നെ അടുത്തത് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ്. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് വേവ് ചെയ്യുന്നു സം ഓഫ് ഹിസ് റൈറ്റ്സ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആഫ്റ്റർ എൻഡോഴ്സ്മെൻറ്റ് ലൈക്ക് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. അതായത് നേരത്തെ പറഞ്ഞ തന്നെ കുറച്ച് അവകാശങ്ങൾ വേവ് ചെയ്യാണ്, വേണ്ടാന്ന് വെക്കുക. ആഫ്റ്റർ എൻഡോഴ്സ്മെൻറ്റ് ഈ നോട്ടീസ് ഓഫ് ഡിസോണറൊക്കെ വേണ്ടാന്ന് വെക്കുക. അപ്പോൾ അതാണ് ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അത് ഒരു എൻഡോഴ്സ്മെൻറ്റ് വിത്ത് ദ വേർഡ്സ് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന, നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് കണ്ടാൽ അത് ഏത് എൻഡോഴ്സ്മെൻ്റ് ആണ്, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. ഇഫ് ദ എൻഡോസർ വേവ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ എൻഡോസി ടു സെർവ് ദ നോട്ടീസ് ഓഫ് ഡിസോണർ ഇറ്റ് ഈസ് കോൾഡ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഡ്യൂട്ടി, എൻഡോസിക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് അല്ലേ, നോട്ടീസ് ഓഫ് ഡിസോണർ കൊടുക്കാനുള്ളത്, അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നതാണ്. If an endorser waive his right to get notice of dishonor from the endorsee, such endorsement is known as facultative. അദ്ദേഹത്തിന് ഒരു അവകാശമുണ്ട് ഇത് വാങ്ങണം എന്നുള്ള, അതും അദ്ദേഹം നടത്തണില്ല, മറ്റാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു അവകാശമുണ്ട്, അപ്പോൾ അതും ചെയ്യാൻ സമ്മതിക്കണില്ല. അപ്പോൾ അങ്ങനത്തേതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. ജസ്റ്റ് ഓർത്തിരിക്കുക ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്. സാൻസ്പ്രൈസ് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിത്തൗട്ട് എക്സ്പെൻസ് ആണ്, എൻ്റെ പേരിൽ ചിലവൊന്നും വേണ്ട. നോ വൺ ഷുഡ് ഇൻകർ എനി എക്സ്പെൻസ് ഓൺ ഹിസ് അക്കൗണ്ട്. ആ ചിലവും കൊണ്ട് വരണ്ട. ഞാൻ ഓൺലി എന്തിനു മാത്രമേ ലയബിൾ ഉള്ളൂ, ഓൺലി എമൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് നോട്ട് ഫോർ ദ എക്സ്പെൻസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് സാൻസ്പ്രൈസിൽ. പിന്നെ സാൻസ് റീകോസ് പറയുന്നുണ്ട്, റീകോ എന്നെ വിത്തൗട്ട് റീകോസ് ടു മീ എന്നെ ഇതിൽ വലിച്ചഴിക്കേണ്ട. കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് ജസ്റ്റ് നമ്മൾ മലയാളത്തിൽ പറയണു, നിങ്ങളത് ആ ഒരു സെൻസിൽ മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാക്കുകളൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളതിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപ്രോ എന്ന് പറഞ്ഞാൽ ഏജൻ്റാണ്. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്, ഫർദർ നെഗോഷിയേഷനാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. സാൻസ് റീകോസ് ആരാണ്, സാൻസ്പ്രൈസ് എന്താണ്. അപ്പോൾ ആ പറയുമ്പോൾ അത് മാത്രം സാൻസ് റീകോസ്, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ നമുക്ക് അറിയാവുന്ന പദങ്ങൾ വെച്ചിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതിൽ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ആ രീതിയിൽ കണക്കാക്കുക കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു പോണ രീതിയിൽ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ആകെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷനിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഒരു റെക്കമെൻഡേഷൻ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് പറയുക, ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് പറയുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് PYQ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.